അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ വ അലാ മൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ ഖാല ഹീന യുസ്ബിഹു വ ഹീന യുംസി, രാവിലെയും വൈകുന്നേരവും ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞാൽ, സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി, സുബ്ഹാനല്ലാഹ്, ഞാൻ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു, അള്ളാഹു പരിശുദ്ധനാണ്. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു പരിശുദ്ധനാണ്, എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തനാണ്, അവൻ ഏകനാണ്, അവൻ സ്രഷ്ടാവാണ്, അവൻ പിതാവല്ല, അവൻ പുത്രനല്ല, അതേപോലെ തന്നെ അവന് സന്താനങ്ങളില്ല, അവന് തുല്യമായി ആരും തന്നെയില്ല, അവന് ഉറക്കമോ മയക്കമോ ക്ഷീണമോ മുഷിപ്പോ ഒന്നുമില്ല, അവൻ പരമകാരുണികനും കരുണാവാരിധിയുമാണ് എന്നിങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. അതാണ് സുബ്ഹാനല്ലാഹ്. വ ബിഹംദിഹി, അവൻ്റെ സ്തുതികീർത്തനങ്ങൾ പാടിക്കൊണ്ട് അവൻ്റെ മഹത്വം, അവൻ്റെ ഏകത്വം, അവൻ്റെ കാരുണ്യം, അവൻ്റെ പ്രതാപം, അവൻ്റെ എല്ലാ നിലക്കുമുള്ള കഴിവുകൾ, അവൻ്റെ ഉന്നതമായ അസ്മാഉകൾ, സിഫാത്തുകൾ, അതെല്ലാം ഞാൻ അംഗീകരിച്ചുകൊണ്ട് ആ അസ്മാഉകളുടെ സിഫാത്തുകളുടെ ഉടമസ്ഥനായ അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു. അങ്ങനെ അവൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. ഇതാണ് സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി എന്ന വാക്കിൻ്റെ അർത്ഥം, ആ ദിക്റിൻ്റെ അർത്ഥം. അപ്പോൾ സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി എന്നിങ്ങനെ രാവിലെയും വൈകുന്നേരവും മിഅത മറ, 100 തവണ പറഞ്ഞാൽ, ശ്രദ്ധിക്കുക, രാവിലെ 100 തവണ സുബ്ഹാനല്ലാഹി വ ബിഹംദി, വൈകുന്നേരവും 100 തവണ സുബ്ഹാനല്ലാഹി വ ബിഹംദി. എന്താണ് അതിൻ്റെ പ്രതിഫലം? ലം യഅതി അഹദുൻ യൗമൽ ഖിയാമ ബി അഫ്ളലി മിമ്മാ ജാഅ ബിഹി, ഖിയാമത്ത് നാളിൽ ആ വ്യക്തി, അഥവാ രാവിലെയും വൈകുന്നേരവും സുബ്ഹാനല്ലാഹി വ ബിഹംദി എന്ന് 100 തവണ പറഞ്ഞ ഒരു വ്യക്തിയേക്കാൾ ശ്രേഷ്ഠമായ പ്രതിഫലവുമായി വേറെ ആരും ഖിയാമത്ത് നാളിൽ വരികയില്ല, വേറെ ആരും ഉണ്ടാവുകയില്ല. എന്ന് പറഞ്ഞാൽ ഏറ്റവും വമ്പിച്ച ശ്രേഷ്ഠതയിലേക്ക് ഖിയാമത്ത് നാളിൽ സ്വർഗലോകത്തിൽ ഒരു വ്യക്തിയെ എത്തിക്കുന്നത്, അതിൽ വലിയ പങ്ക് വഹിക്കുന്ന ദിക്റാണ് സുബ്ഹാനല്ലാഹി വ ബിഹംദി എന്ന ദിക്ർ. അത് രാവിലെയും വൈകുന്നേരവും 100 തവണ ചൊല്ലിയാൽ ഏറ്റവും അഫ്ളലായ വ്യക്തി ആ വ്യക്തിയായിരിക്കും. ഇനി അയാളെക്കാൾ മറികടക്കാൻ ഒരാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഇല്ല അഹദുൻ ഖാല മിസ്ല മാ ഖാല ഔ സാദ അലൈ, ആ വ്യക്തി പറഞ്ഞതുപോലെ വേറെ ആളുകളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഒരുമിച്ചായിരിക്കും. ഇനി ഔ സാദ അലൈ, ആരെങ്കിലും ആ വ്യക്തിയേക്കാൾ കൂടുതൽ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 100-ലധികം തവണയും പറയാം. 100 തവണ മാത്രമല്ല, 100-ലധികം തവണ. അതെത്രയാണ് എന്ന് നിശ്ചയിക്കപ്പെട്ടിട്ടില്ല, എത്രയും പറയാം. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 100 തവണയെങ്കിലും രാവിലെയും വൈകുന്നേരവും. എന്നാൽ മറ്റുള്ളവരെയൊക്കെ മറികടന്ന് മത്സരിച്ച് മുന്നിലെത്തണം എന്ന് ആഗ്രഹിക്കുന്നവർ ആ 100-ൽ കൂടുതൽ പറഞ്ഞാൽ, ഇതാകട്ടെ വളരെ ചെറിയൊരു ദിക്റാണ്, വളരെ കുറഞ്ഞ മിനിറ്റുകൾ മതി അത് ചൊല്ലി തീർക്കാൻ. അങ്ങനെ ആരെങ്കിലും പറയുകയാണെങ്കിൽ വമ്പിച്ച പ്രതിഫലമാണ് പരലോകത്തുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് രാവിലെയും വൈകുന്നേരവും ഈ ദിക്ർ ചൊല്ലാൻ നമ്മൾ മറന്നു പോകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വ ആലിഹി വ സ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.